ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് യെല്ലോ മേക്ക് ഓവർ. ഇത് നമ്മളൊരു കളറിങ്ങിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മോഡലല്ല, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിത് ഇന്നൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് കളറാണ് വേണ്ടത്? ബ്രൗൺ ഷെയ്ഡ്, അധികം ബ്രൗൺ. എങ്ങനെയാണ് വേണ്ടത്? ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ലൈൻസ് പോലായിട്ട്. അപ്പോൾ ലൈൻസ് ആയിട്ട് ഹൈലൈറ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. കളർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഹെയറിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഷാമ്പൂ ഇട്ട് നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയും. ഷാമ്പൂ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, കണ്ടീഷണർ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഓൾറെഡി ഷാമ്പൂ ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. പിന്നെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ കളറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷാമ്പൂ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഹെയറാണ്. അപ്പോൾ നമുക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ വേണ്ടത് എവിടെയൊക്കെ കളറിങ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണെന്നൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് സെക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെയർ 4 സെക്ഷനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് കളറൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ സ്ട്രീക്സിൻ്റെ കളറും ഡെവലപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഏത് കളറാണ് യൂസ് ചെയ്യുന്നത് അത് സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഡെവലപ്പർ യൂസ് ചെയ്യണം. പിന്നെ സ്ട്രീക്സിൻ്റെ ഡാർക്ക് കോപ്പർ ബ്ലോണ്ട് 6.4 ആണ് ഷെയ്ഡ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട പ്രൊപ്പോർഷൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഇത് 1:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കളറും ഡെവലപ്പറും ഈക്വൽ പ്രൊപ്പോർഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കളർ മിക്സ് ചെയ്യാം. ഇതാണ് കേട്ടോ കളറ്. ഇത് ഈക്വലായിട്ട് എടുക്കാൻ നമ്മൾ ശരിക്കും ഒരു വെയിങ് മെഷീനൊക്കെ എടുത്ത് മെഷർ ചെയ്തിട്ടാണ് എടുക്കുക. എൻ്റെ അടുത്ത് പക്ഷേ ഈ മെഷീനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ ഊഹം വെച്ച് ഈക്വലാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം അതിന് ഈക്വലായിട്ട് നമ്മൾ ഡെവലപ്പറും എടുക്കുക. ഡെവലപ്പർ നമ്മൾ കളറിനേക്കാൾ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. അത് നമ്മൾ രണ്ടും കൂടെ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡിൽ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മിക്സ് ആയി കഴിഞ്ഞാൽ കണ്ടോ ഇതിങ്ങനെ കളറെല്ലാം ചേഞ്ച് വരില്ല. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. കളർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലൈനിനെ ടാപ്പറും വെച്ചിട്ട് കവർ ചെയ്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവും കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ബാക്ക് പോർഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ബാക്ക് പോർഷനിൽ നമ്മളൊരു 2 സ്റ്റിക്സ് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു സൈഡിലാണ് പറഞ്ഞത്, ഒരു സൈഡിൽ 2 ഒരു സൈഡിൽ 2. അങ്ങനെ ടോട്ടൽ ഒരു 8 സ്റ്റിക്സാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ സെക്ഷൻസിൽ നിന്ന് നമ്മൾ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതങ്ങനെയാണ് കാണിച്ചത്. ഇങ്ങനെ പിടിച്ചിട്ട് ബാഗിൽ ഒന്നിടവിട്ടിട്ട് ഇങ്ങനെ എടുക്കണം. ബാക്കി പോർഷൻ ലീവ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ് നമ്മൾ കളർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി അലൂമിനിയം ഫോയിൽ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാദ്യം ഹെയറിന് അടിയിലേക്ക് വെക്കും, എന്നിട്ട് ഹെയർ എവിടെ വെക്കുന്നു, അതിന് ശേഷം അതിൻ്റെ മേലെ കളർ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ചെയ്യാമേ. അപ്ലിക്കേഷൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ സ്പീഡിൽ അപ്ലൈ ചെയ്തിട്ട് തീർക്കണം. കാരണം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പ്രൊസീജിയറല്ല കളറ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തീർക്കണം. തൊട്ട് നല്ലോണം അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ മടക്കിയിട്ട് കവർ ചെയ്ത് വെക്കാം. ഒരു വശം കളർ ചെയ്തിട്ട് ഇതുപോലെ നീറ്റായിട്ട് കവർ ചെയ്തിട്ട് വെക്കാം.
അപ്പോൾ ഇത് നമ്മളിത് ഒരു സ്റ്റിക്സ് കളർ അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ സെക്ഷൻസും അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കളർ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇത് നമ്മുടെ കളറിങ് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 40 മിനിറ്റ്സ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഇത് കഴുകിയിട്ട് ഡ്രൈ ചെയ്തിട്ട് കളർ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ അതിന് മുന്നേ കളർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ്സ് ആയപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കളർ വന്നത് മനസ്സിലാവുന്നില്ല. ഇനി നമ്മളിത് റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ കളർ വന്നിട്ടുണ്ടോ എന്ന് കൂടി അതിന് മുന്നേ ചെക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ ഫോയിൽ പേപ്പർ പ്രോഡക്റ്റ് അടക്കം നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷണർ മാത്രം യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെയർ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ കളർ കാണുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കളറില്ലാന്ന്. അപ്പോൾ ഹെയറിൽ നനവുള്ള സമയത്ത് നമുക്ക് കളർ കാണാൻ സാധിക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്തെടുത്ത് സെറ്റ് ചെയ്തിട്ട് കാണിക്കുക. അപ്പോഴാണ് നമുക്ക് കളർ വിസിബിൾ ആവുക. നമ്മളിത് ചെറുതായിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ഹെയർ കട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കളർ വരുന്നത്. ഡാർക്ക് കോപ്പർ ബ്ലോണ്ടാണ് കളർ വരുന്നത്. അപ്പോൾ നമ്മൾ കളറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കളറിങ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇഷ്ടമായോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. വിചാരിച്ച പോലത്തെ കളർ? യെസ്, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക് യു. യു വെൽക്കം. നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പം ചെറിയൊരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.